ഹലോ ഹായ് എല്ലാവർക്കും പിള്ളേരുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഈ ചെടിയൊക്കെ പിടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? അതായത് നമുക്ക് PSC പഠിക്കുന്ന ഒരാൾക്ക് ഈ ചെടിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഒരു കാര്യമാണ് ഈ ഫൈലോടാക്സി. കേട്ടിട്ടുണ്ടോ? ഫൈലോടാക്സി അല്ലെങ്കിൽ വിന്യാസം. എന്താണ് ഈ ഫൈലോടാക്സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിന്യാസം എന്ന് പറയുന്നത് എന്താണ്? ആ ചെടികളുടെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫൈലോടാക്സി അല്ലെങ്കിൽ വിന്യാസം. അതായത് ഇപ്പൊ ഒരു തണ്ടിൽ നിന്നും ഇതോടെ വെക്കട്ടെ, ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഒരു തണ്ടിൽ നിന്നും ആ ഒരു ചെടികളുടെ അറേഞ്ച്മെന്റ് ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനാണ് നമ്മൾ ഫൈലോടാക്സി എന്ന് പറയാം. 3 ടൈപ്സ് ഓഫ് ഫൈലോടാക്സി ആണ് ഉള്ളത്, അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് വിന്യാസങ്ങളാണ് ഉള്ളത്. 3 തരത്തിലുള്ള വിന്യാസങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഫൈലോടാക്സി. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ഫൈലോടാക്സിന്റെ മലയാളം ഏകാന്തര വിന്യാസം എന്നാണ്. രണ്ടാമത്തെ ഓപ്പോസിറ്റ് ഫൈലോടാക്സി. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എതിർ വിന്യാസം എന്നുള്ളതാണ്. മൂന്നാമത്തെ വേൾഡ് ഫൈലോടാക്സി, WHORLED ആണ് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്പിള വിന്യാസം എന്നിങ്ങനെ 3 ഫൈലോടാക്സികളാണ് ഉള്ളത്. ഓക്കെ, അതിൽ ആദ്യത്തെയാണ് ഓൾട്ടർനേറ്റ് ഫൈലോടാക്സി, അതായത് ഒരു നോഡിൽ നിന്നും ഒരു ഇല എന്നുള്ള രീതിയിൽ. ഇപ്പൊ എക്സാമ്പിളുകൾ പറയുകയാണെങ്കിൽ റോസ, ചെമ്പരത്തി, മാവ്, ഇതിന്റെയൊക്കെ ഇലകൾ കണ്ടിട്ടില്ലേ? ഒരു നോഡിൽ നിന്നും ഒരു ഇല എന്നുള്ള രീതിയിലുള്ള ഫൈലോടാക്സിനെ പറയുന്നതാണ് ഇത് ഏകാന്തര വിന്യാസം. ഏകാന്തര എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകാന്തതയുടെ എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്, ഒറ്റയ്ക്ക് എന്നുള്ളതാണല്ലോ. അപ്പൊ ഒരു നോഡിൽ നിന്നും ഒരു ഇലയാണ് ഏകാന്തര വിന്യാസം. ഓക്കെ, രണ്ടാമത്തെയാണ് എതിർവിന്യാസം. എതിർവിന്യാസം എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഫൈലോടാക്സി ആണ് അല്ലെ. ഓപ്പോസിറ്റ് ഫൈലോടാക്സി പറയുമ്പോൾ ഒരു നോഡിൽ നിന്ന് തന്നെ എന്താണ് 2 ഇലകൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? പേരയ്ക്കയുടെ ഇല, അതുപോലെ തന്നെ തുളസി, തെച്ചി, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി മൂന്നാമത്തെയാണ് സർപ്പിള വിന്യാസം. അതായത് ഇങ്ങനെ ചുറ്റും ഇലകൾ ഉള്ളതിനാണ് നമ്മൾ സർപ്പിള വിന്യാസം അല്ലെങ്കിൽ വേൾഡ് ഫൈലോടാക്സി എന്ന് പറയുന്നത്. അതിനിപ്പോ എക്സാമ്പിൾ അരളിപ്പൂവ്, അതുപോലെ തന്നെ സൂര്യകാന്തിന്റെ ഒക്കെ ഇലകളുടെ അറേഞ്ച്മെന്റ് സർപ്പിള വിന്യാസം അല്ലെങ്കിൽ വേൾഡ് ഫൈലോടാക്സി ആണ്. ഓക്കെ,